അപ്പോൾ ഈ ഒരു ക്രാഷ് കോഴ്സ് ഫേസ് 3 ബാച്ചുകളിലേക്ക് എങ്ങനെ ഏറ്റവും അനായാസം നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. സ്ട്രൈറ്റ് ടു ദി വീഡിയോ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ബ്രൗസറിൽ ബ്രില്യൻ പാല എന്ന് സെർച്ച് ചെയ്യുക. ആ ഫസ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക. ബ്രില്യൻ പാലയുടെ വെബ്സൈറ്റ് ആണത്. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. ആ താഴെ കുറേ ബ്ലോക്കുകളായിട്ട് നമുക്ക് ലിസ്റ്റ് കാണാൻ പറ്റും. സ്ക്രീൻ ടെസ്റ്റ്, ക്രാഷ് കോഴ്സ്, ലോങ് ടേം, അങ്ങനെ നിരവധി കോഴ്സുകൾ. അവിടെ രണ്ടാമതായിട്ട് കിടക്കുന്നുണ്ട് ക്രാഷ് കോഴ്സ് 2026. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ക്രാഷ് കോഴ്സിനായിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പേജാണ്. അവിടെയും നമുക്ക് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ക്രാഷ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ, നീറ്റ്, ക്രാഷ് ദുബായ്, അതുപോലെ ബ്രില്യൻ CUET പ്രോഗ്രാം, അങ്ങനെ നിരവധി കോഴ്സുകൾ. നമുക്ക് വേണ്ടത് ആദ്യത്തേതാണ് ക്രാഷ് കോഴ്സ് 2026 മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ഡിസൈൻ എന്ന ക്രാഷ് കോഴ്സ്. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഷ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ഒരു ഹോം പേജ് അല്ലെങ്കിൽ മെയിൻ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസ് തന്നെ കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെയാണ് സെൻറ്ററുകൾ വരുന്നത്, അതുപോലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് താഴെ നമ്മുടെ ഒരു ബ്രോഷറുണ്ട്. ആ ബ്രോഷറിൽ നമുക്കെല്ലാം വിശദീകരിച്ച് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് എങ്ങനെ ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങളുടെ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ആ ഒരു ഗ്രീൻ ബോക്സിലായിട്ട് രജിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, ആ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഓൾറെഡി ബ്രില്യൻറ്റിൻ്റെ മറ്റേതെങ്കിലും ഒരു കോഴ്സിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ഐഡിയും അതുപോലെ തന്നെ ഒരു പാസ്വേഡും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നത് എങ്കിൽ വളരെ അനായാസം നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. തൊട്ട് താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സ്റ്റുഡൻസ് നെയിം, അതുപോലെ നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ, പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെയുള്ള ആ ഒരു സ്ക്വയർ ബോക്സിലും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റർ ചെയ്തെല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ അവിടെ ഒരു ടിക്ക് ബോക്സ് കാണാം. അവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റർ ചെയ്ത ആ ഒരു ഫോൺ നമ്പറിലേക്ക് അല്ലെങ്കിൽ മെയിൽ ID-യിലേക്ക് ഇപ്പോൾ ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പേജിൽ നമുക്ക് ആ ഒരു OTP ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. സോ ഗൈസ്, ആ ഒരു OTP എൻ്റർ ചെയ്യേണ്ട പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലഭിച്ച ആ ഒരു OTP ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ആൻഡ് യെസ്, ആ ഒരു OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. സോ യെസ്, ഇതാണ് നമ്മളുടെ സ്റ്റുഡൻറ്റ് പോർട്ടൽ എന്ന് പറയുന്നത്. അവിടെ നിരവധി കാര്യങ്ങളുണ്ട്. മൈ പ്രൊഫൈൽ, മൈ കോഴ്സസ്, മൈ റിസൾട്ട്, അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഈ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അത് നമുക്ക് വഴിയെ ഫില്ല് ചെയ്യാം. അപ്പോൾ ആദ്യമേ അത് നമുക്ക് ആ ഒരു കോഴ്സസ്, മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. സോ നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് സെലക്ട് ക്ലാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ നിരവധി ഓപ്ഷൻസ് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതാൻ പോവുകയാണ് എങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ +2 കഴിഞ്ഞവരായിരിക്കും. നിങ്ങൾ അതിലേതാണ് എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 12 എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ശേഷം സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഏതെല്ലാം കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അത് ആദ്യം കിടക്കുന്നത് തന്നെയാണ് നമുക്ക് വേണ്ട ഒരു കോഴ്സ് എന്ന് പറയുന്നത്, അതായത് ക്രാഷ് 2026. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്കിവിടെയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇനി മെഡിക്കൽ ആണോ, എഞ്ചിനീയറിംഗ് ആണോ, അല്ലെങ്കിൽ ദുബായിലുള്ള വിദ്യാർത്ഥികൾക്കായുള്ള മെഡിക്കൽ ക്രാഷ് ആണോ വേണ്ടത്? ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫോർ കൺവീനിയൻസ് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ക്രാഷ് 2026 മെഡിക്കൽ ഓഫ്ലൈൻ എന്ന ഓപ്ഷനാണ്. അപ്പോൾ അപ്ലൈ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നമുക്ക് അവിടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. സോ യെസ്, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഡിക്കൽ ഓഫ്ലൈൻ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് വിവരിച്ചിട്ടുള്ള ഒരു പേജിലേക്കാണ്. അവിടെ നമുക്ക് കാണാം ആ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, അഡ്മിഷൻ ടൈം, എപ്പോഴാണ് അത് തുടങ്ങുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാം. ഇനി നമുക്ക് ഈ ഒരു പേജിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെലക്ട് സെൻറ്റർ, അതുപോലെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്നീ 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, കേരളത്തിലും ദുബായിലുമായിട്ട് നമുക്ക് 32ഓളം സെൻറ്ററുകളാണ് ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഏത് സെൻറ്ററാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഫോർ എക്സാമ്പിൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് കോട്ടയം ടൗൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു.
ഓക്കെ, അടുത്ത തൊട്ട് താഴെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്നുണ്ട്. അവിടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മാർച്ച് 2026 എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം തുടങ്ങുന്നതുകൊണ്ട് ആ ഒരു ഒറ്റ ബാച്ച് നമുക്ക് ഇവിടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു മാർച്ച് 2026 എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, തൊട്ട് താഴെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഗൈസ്, അടുത്ത പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത് നമ്മുടെ ഡീറ്റെയിൽസ് ആണ്, അതായത് നമ്മുടെ സെക്കൻഡറി ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ അവിടെ സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് HSC, CBSE, ISC അല്ലെങ്കിൽ അതേഴ്സ് നിരവധി ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ CBSE ആണ് സെലക്ട് ചെയ്യുന്നത്. CBSE സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു ബോക്സ് അവിടെ തെളിഞ്ഞു വന്നിരിക്കുകയാണ്, എൻ്റർ യുവർ പ്രൈമറി ഡീറ്റെയിൽസ് എന്നുള്ളത്. അവിടെയും സെലക്ട് സ്ട്രീം എന്ന് കൊടുത്തിരിക്കുന്നു, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ CBSE, SSLC, THSC അതല്ലെങ്കിൽ ICSE അതേഴ്സ്, അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിൽ നിങ്ങൾ ഏത് സിലബസ് ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, മുകളിലത്തേത് സെക്കൻഡറി ഡീറ്റെയിൽസ് ആണ്, അതായത് +2 നിങ്ങൾ ഏത് സിലബസ് ആയിരുന്നു എന്നുള്ളത്. ഇവിടെ 10ാം ക്ലാസ്. അവിടെ ഞാൻ ഫോർ മൈ കൺവീനിയൻസ് CBSE ആണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ 10th ക്ലാസ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ ഇയർ ഓഫ് പാസിംഗ്, അതുപോലെ സെലക്ട് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ എൻ്റർ യുവർ ക്ലാസ് എക്സ് മാർക്ക്, അതായത് 10ാം ക്ലാസ്സിൽ നമുക്ക് ലഭിച്ച നെറ്റ് ടോട്ടൽ മാർക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് എൻ്റർ ചെയ്തിട്ട് വരാം. സോ ഗൈസ്, നമ്മൾ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇയർ ഓഫ് പാസിംഗ്, അതുപോലെ റിസൾട്ട് സ്റ്റാറ്റസ് പാസ്ഡ് എന്നാക്കിയിട്ടുണ്ട്. അതുപോലെ നെറ്റ് ടോട്ടൽ മാർക്കും അവിടെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്ക് മറ്റൊരു ബോക്സ് അവിടെ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ 2025 നീറ്റ് എക്സാം എഴുതിയവരാണ് എങ്കിൽ നിങ്ങളുടെ സ്കോറും നിങ്ങൾക്ക് ഈ ഒരു പേജിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. നീറ്റ് എക്സാം എഴുതിയ ആൾക്കാരല്ല എങ്കിൽ അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തോളൂ. ഇനി ഇൻ കേസ് നിങ്ങൾ എഴുതിയ ആൾക്കാരാണ് എങ്കിൽ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയ വർഷം, നിങ്ങൾക്ക് 720 ലഭിച്ച മാർക്ക്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ നിങ്ങളുടെ മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീറ്റ് എക്സാം എഴുതിയവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് നീങ്ങിയാൽ മതി. ഓക്കെ, അല്ലാത്ത പക്ഷം ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് തൊട്ട് താഴെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത പേജിൽ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻസ് ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഓപ്ഷനും കൂടെ തന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റർ ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടി വ്യക്തമായിട്ട് തന്നെ വായിച്ച് നോക്കുക. ഒരുപാട് ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാം ഉറപ്പാണ്. അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റി എന്നുണ്ടെങ്കിൽ ആ ഒരു ലെഫ്റ്റ് ബോട്ടം കോർണറിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്സ് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, എല്ലാം കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് റൈറ്റ് ബോട്ടം കോർണറിൽ കൺഫേം റിക്വസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ളത്. അപ്പോൾ ആ ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മളുടെ പ്രൊഫൈലിലാണ്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ നമ്മുടെ ഒരു ഫോട്ടോയും നമുക്കിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എന്തെല്ലാമാണ് എന്ന് നോക്കാം. സോ ഓഫ് കോഴ്സ് നിങ്ങളുടെ പേര് ആ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ ജെൻഡർ ഏതാണെന്ന് വെരിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കാറ്റഗറി ഏതാണ് എന്നുള്ളത്, അതുപോലെ അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ ഒക്യുപ്പേഷൻ, അമ്മയുടെ പേര്, അമ്മയുടെ ഒക്യുപ്പേഷൻ, അച്ഛൻ്റെ ഫോൺ നമ്പർ, അമ്മയുടെ ഫോൺ നമ്പർ, അതുപോലെ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ സ്കൂളിൻ്റെ പേര്, കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ. ഇത്തരം കാര്യങ്ങളാണ് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ളത്. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ കൂടുതൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഹോം അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻ കോഡ്, അതുപോലെ കൺട്രി ഏതാണ് എന്നുള്ളതും. പിന്നെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോയും നമുക്ക് അവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, കാഷ്വൽ ആയിട്ടുള്ള കാൻഡിഡ് ആയിട്ടുള്ള സെൽഫി പോലത്തെ ഫോട്ടോസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ക്ലിയർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് ആ ഒരു ഫോട്ടോയും അപ്ലോഡ് ചെയ്തതിന് ശേഷം നോക്കാം. സോ ഗൈസ്, നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ ചേർന്ന് തന്നെ മറ്റൊരു ചെറിയ സർക്കിളും കൂടെ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഫോട്ടോയുടെ സൈസ്, ഫോമാറ്റ്, ഡയമെൻഷൻസ് എല്ലാം തന്നെ അവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം വായിച്ചതിന് ശേഷം എഗ്രി ചെയ്യുക. എഗ്രി ചെയ്യുമ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് പറഞ്ഞൊരു ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് അപ്ലോഡ് ഇമേജ് എന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫയൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് നമ്മൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ക് ഏതാണോ ആ ഒരു പിക്ചർ നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ആ ഒരു പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. സോ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതോടുകൂടി നമ്മുടെ പ്രൊഫൈൽ എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ഏറ്റവും താഴെ നമ്മുടെ റൈറ്റ് ബോട്ടം കോർണറിൽ ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. അവസാനമായി നമ്മുടെ ഫീ പേയ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ ഫീ സ്ട്രക്ചറാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, എഗെയിൻ ആ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ യെസ്, ആ ഒരു മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വഴി നമുക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. വൺ ഈസ് പേ ഓൺലൈൻ, അതർ ഈസ് പേ വിയ ബാങ്ക് ചെല്ലാൻ. ഓക്കെ, അപ്പോൾ പേ വിയ ബാങ്ക് ചെല്ലാൻ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ അവിടെ നമുക്ക് ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ചെല്ലാൻ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ ചെന്ന് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്, റേസർ പേ അതുപോലെ ഈസ് ബസ്. നമ്മൾ പൊതുവേ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും, അതായത് UPI, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, ഏത് രീതി വഴിയും നിങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആൻഡ് ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി നിങ്ങൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ക്രാഷ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ആയി എന്ന് തന്നെയാണ് അർത്ഥം. സോ തീർച്ചയായിട്ടും +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE, കീം പോലുള്ള എൻട്രൻസ് എക്സാമുകളിൽ ഏറ്റവും മികച്ച ഒരു വിജയം നേടിത്തരുന്നതിന് വേണ്ടിയുള്ള ഒരു മികച്ചൊരു കോഴ്സ് തന്നെയാണ് ക്രാഷ് കോഴ്സ് 2026 ഫേസ് 3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനായി പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് ഏറ്റവും മികച്ച വിജയം ആഗ്രഹിക്കുന്ന +2 കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങളുടെ ബോർഡ് എക്സാമിന് ശേഷം തുടങ്ങുന്നതായിരിക്കും. ഓൾ ദി വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.